ഓ, ഇന്നാണല്ലോ ചിന്നുവിന്റെ അഡ്മിഷൻ. ഞാൻ അതങ്ങ് മറന്നു. ചിന്നുവിനെ ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്തേക്കാം. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. പറ്റില്ല. അമ്മേ, ദേവി, കരുണാമയി, കാത്തോളനെ. ഇന്നു മുതല് എന്റെ ജീവിതത്തില് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കുവോ? ദേവിയുടെ കരുതലും അനുഗ്രഹവും എപ്പോഴും കൂടെ ഉണ്ടാവണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു LLB കാര്യമാവുക എന്നുള്ളത്. അതിന് ഒരാരംഭം കുറിക്കുവോ? ഒപ്പം ഉണ്ടാവണേ ദേവി. എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് എന്നെ പോലെ ദേവിക്കും അറിയാം. അച്ഛൻ നിരപരാധിയാണെന്ന് ഈ സമൂഹത്തിന് മുന്നിൽ തെളിയിക്കണം. അതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത നിരവധി പാവങ്ങളുണ്ട്. അവരെ സഹായിക്കണം. അതിന് ദേവി എന്റെ കൂടെ ഉണ്ടായേ തീരൂ. എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടായ ദേവി ഇതിനും തുണയായി ഉണ്ടാവണേ. അമ്മേ, മഹാമായേ. എടോ, ഞാൻ കോളേജിലേക്ക് പോവാ. ഇന്നോ? താൻ എന്തോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ. സെലക്ഷൻ ലിസ്റ്റ് ഇട്ട കാര്യമൊക്കെ ഞാൻ തന്നോട് പറഞ്ഞല്ലേ. ഇന്ന് അഡ്മിഷൻ എടുക്കാനുള്ള തീയതി. എനിക്കറിയായിരുന്നു. ഇന്ന് പോയി ജോയിൻ ചെയ്യണം അല്ലേ? ഞാൻ കോളേജിൽ പോകുന്നതിന് താനും ഒരു കാരണക്കാരനാ. അതുകൊണ്ട് തന്റെ അനുഗ്രഹവും വേണം. ഇയാള് എല്ലാ സർട്ടിഫിക്കറ്റും എടുത്തു വെച്ചിട്ടുണ്ടോ? തനിക്കെന്തൊരു സന്തോഷമില്ലാത്ത? ഞാൻ പഠിക്കാൻ പോകുന്നത് തനിക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലാത്തോണ്ടല്ല. പിന്നെ താൻ പഠിക്കാൻ പോയി തുടങ്ങിയ പിന്നെ പകലൊന്നും തന്നെ കാണാൻ പറ്റില്ലെന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. ഓ, അതാണോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവിടെ ചെന്ന് നല്ല സുന്ദരൻ ചെക്കന്മാരെയൊക്കെ കാണാലോ. തന്റെ ഈ മരമോന്ത കണ്ട് ഞാൻ മടുത്തു. 4-5 കൊല്ലം ദേന്ന് പറഞ്ഞങ്ങ് പോവും. പിന്നെ ചിന്നൊരു വക്കീൽ കോട്ടക്കിട്ടങ്ങ് ഇറങ്ങും. തന്നെ പോലെയല്ല, നല്ല കേസുള്ള വക്കീലായിട്ട്. ഒരു കാര്യം ഉറപ്പാ, ഈ ചിന്നു എന്നും പാവപ്പെട്ടവർക്ക് ഒരു സഹായം ചെയ്യുന്ന വക്കീലായിരിക്കും. കാശില്ലാത്തവന് നീതി ലഭിക്കണം. ഗുഡ്. എന്നാ പോവാം. എങ്ങോട്ടാ? ചിന്നുവിന് ഇന്ന് ലോ കോളേജിൽ അഡ്മിഷനാ. ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. നീ ഇവളുടെ ഡ്രൈവറൊന്നും അല്ല. ഇവൾക്ക് പോവാനുള്ളിടത്ത് ഇവള് പൊയ്ക്കോളും. ആ, നിനക്കിവിടെ പ്രധാനപ്പെട്ട കുറച്ച് പണികളുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാം. ചിന്നുവിനെ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എത്തിക്കോളാം. പറ്റില്ല. ഇന്നിവിടെ ചില VIP ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. നീ ഇവിടെ ഉണ്ടാവണം. ഞാനെന്തിനാ? നീ ഇവിടെ വേണം. എന്താ ഇവിടെ ഇപ്പൊ പ്രശ്നം? അളിയനൊന്നും മനസ്സിലായില്ലേ? ചിന്നു LLBക്ക് പഠിക്കാൻ കോളേജ് ചേരുക. അവളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യമായി പറയുന്നേ. ഓ, ഇന്നാണല്ലോ ചിന്നുവിന്റെ അഡ്മിഷൻ. ഞാൻ അതങ്ങ് മറന്നു. ചിന്നുവിനെ ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്തേക്കാം. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. പറ്റില്ല. ഈ വീട്ടിലേക്കാ ഗസ്റ്റ് വരുന്നത്. അപ്പോ
ഈ വീട്ടിലെ കുടുംബനാഥൻ ഇവിടെ ഉണ്ടാവണം. അതിനെന്താ, ഞാൻ ചിന്നുവിനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. അപ്പോ കുടുംബനാഥൻ ഇവിടെ തന്നെ കാണുമല്ലോ. അതെങ്ങനെയാളിയാ പെട്ടെന്ന് വരുന്നത്? ഈ ട്രാഫിക്കില്, അതും കോളേജ് സ്കൂൾ സമയത്ത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. ഇവിടെ വരുന്ന അതിഥികളൊക്കെ പോയാലും അളിയനിങ്ങെത്താൻ പോകുന്നില്ല. അതിഥികളെ സ്വീകരിക്കുന്നതാണ് വലിയ കാര്യം, അല്ലാതെ അടുക്കളക്കാരിയെ ഡ്രോപ്പ് ചെയ്യുന്നതല്ല. ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. കേറി പോടാകത്ത്. രമേ, സർ, ഞാൻ പൊക്കോളാം സർ. കുഞ്ഞോളെ, അവരിപ്പോ ഇങ്ങെത്തും. ഒരുപാട് തിരക്കുള്ളവരാ, അറിയാലോ. ആരെത്തോന്നു? ആരാണ് രമാദേവിയുടെ വിരുന്നുകാര്? അതറിയാനുള്ള അവകാശം ജയരാമനില്ലേ ഈ വീട്ടില്? അതോ ആങ്ങളെയും പെങ്ങളും കൂടി എല്ലാ കാര്യങ്ങളും അങ്ങ് തീരുമാനിച്ച് നടപ്പിലാക്കിയോ? അല്ല, ഞാൻ കരുതി കുഞ്ഞോട് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. എനിക്ക് മറുപടി തരേണ്ടത് ഭദ്രനല്ല, രമാദേവിയാ. എല്ലാരും എത്തിയല്ലോ. ഇതിപ്പോ എല്ലാരും അറിയേണ്ട കാര്യമല്ലേ? പറഞ്ഞു കൊടുക്കൂ കുഞ്ഞോളെ. ഭദ്രേട്ടാ, മഹി എവിടെ? ഓ, അത് ശരിയാണല്ലോ. കേൾക്കേണ്ട ആൾ കേൾക്കണമല്ലോ. കുഞ്ഞോളെ, ഞാൻ പോയി മഹിയെ വിളിച്ചോണ്ട് വരാം. മഹി എത്തിയല്ലോ. മഹിയെത്തി. ഇനി പറയാ കുഞ്ഞോളെ.